ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയ കടയ്ക്കൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും കരിഞ്ജീരകം പതിവായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നിഗല്ല സറ്റൈവ എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വരുന്നത്. അപ്പോൾ കരിഞ്ജീരകത്തെ പറ്റിയിട്ട് ഞാൻ നേരത്തെ തന്നെ കരിഞ്ജീരകം വെച്ചിട്ട് ഒരു എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കരിഞ്ജീരകം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് പേരും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ് കരിഞ്ജീരകം കഴിക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് എന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രമേഹ രോഗികളും അമിതവണ്ണമുള്ളവരും അതുപോലെ തന്നെ നമുക്ക് മറ്റ് രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് കരിഞ്ജീരകം ഉപയോഗിക്കേണ്ടത്, ഷുഗർ പേഷ്യൻസ് എങ്ങനെ കഴിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് വരാം. കാരണം ഒരുപാട് ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ നമുക്കിപ്പോൾ കരിഞ്ജീരകം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കുമിൻ എന്ന് നമ്മളിതിനെ പറയാറുണ്ട്, ബ്ലാക്ക് സീഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരുവിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മുഖക്കുരു വരുന്നതിനും ചർമ്മകാന്തിക്കും നമുക്കിത് ഉപയോഗിക്കാം. ഹെയർ ഫോൾ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ മുടി കൊഴിച്ച് കൂടുതലായിട്ടുള്ളവർക്ക് ഈ പറയുന്ന കരിഞ്ജീരകം പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉള്ള സമയത്ത് കരിഞ്ജീരകം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ PCOD ഉള്ള സ്ത്രീകൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ മെനോപോസ് അതായത് ആർത്തവ വിരാമശേഷം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോട്ട് ഫ്ലാഷസ്, ഈസ്ട്രോജൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇതിലൊരു ഫൈറ്റോ ഈസ്ട്രോജൻ കൂടി കണ്ടന്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതിനും പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ സേഫായിട്ട് നമുക്ക് കഴിക്കാനും വണ്ണം കുറയ്ക്കുന്നതിനും ശരീരത്തിൻ്റെ രൂപഭംഗി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ നമുക്ക് കരിഞ്ജീരകം വളരെ വിശ്വസിച്ച് സേഫായിട്ട് കഴിക്കാം. ഞാൻ വളരെ ചുരുക്കിയാണ് ഇപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ വീഡിയോയിലുണ്ട്. ഇനി വരുന്നത് കരിഞ്ജീരകം നമുക്ക് കഴിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളും ഓരോ രോഗങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പർ, അതായത് കരിഞ്ജീരകം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ കരിഞ്ജീരകം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു പേനയും പേപ്പറും കൂടി എടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ പറയുന്നത് 200 ഗ്രാം എന്നുള്ള ഒരളവിലായിരിക്കും പറയുന്നത്. നിങ്ങൾക്കിത് എത്ര അളവിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് പതിവായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ 200 ഗ്രാം പറയുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു മാസത്തേക്കൊക്കെ ഒരാൾക്ക് ഈസി ആയിട്ട് എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ കൂടുതൽ ആൾക്കാർ ഇത് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിൽ ഒരാൾക്കും ആ പറയുന്ന അളവിലേക്ക് നമ്മൾ മാറ്റിയിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വൃത്തിയാക്കി എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. കരിഞ്ജീരകം നമുക്ക് വളരെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളൊരു മെഡിസിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിലും നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഇതിൽ തന്നെ കുറച്ച് ഈ അഴുക്കും പൊടികളും ഒക്കെ കിടക്കുന്നതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള കരിഞ്ജീരകം നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള എവിടെയാണോ ഇത് അവൈലബിൾ ആയിട്ടുള്ള നല്ല അങ്ങാടിക്കടകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരിഞ്ജീരകം കൊടുക്കുന്ന നമ്മുടെ ഓർഗാനിക് ഷോപ്പുകളിൽ നിന്നോ വാങ്ങണം എന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഇനി എവിടെ നിന്ന് വാങ്ങി നമ്മളിത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇതിനെ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അരിച്ച്, അതായത് ഒരു അരിപ്പ കൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു 2 മുതൽ 3 മണിക്കൂർ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഷെയ്ഡിൽ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല ഫൈൻ പൗഡറായിട്ട് മാവ് പൊടിച്ചതുപോലെ തന്നെ നമുക്കിത് എടുക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളിതിനെ ഈ ചതച്ച്, അതായത് കുറച്ച് കട്ടിയും കാണും എന്നാൽ അത് പൊടിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കും എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത 200 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക, രോഗാവസ്ഥയിൽ നമ്മൾ കഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, അത് കൊളസ്ട്രോൾ രോഗം ഉള്ളവരോ അമിതവണ്ണം ഉള്ളവരോ ഈ രീതിയല്ല, ഞാൻ ഇനി പറയുന്ന രീതിയിൽ വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും
രോഗങ്ങളൊക്കെ ഉള്ളവർക്കും കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് ഇപ്പോൾ 200 ഗ്രാം നമ്മളൊരു ജാർ ബോട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഈ പൊടിച്ചെടുത്ത കരിഞ്ജീരകം എത്ര വരുമോ അത്ര അളവിലേക്ക് നമുക്ക് തേൻ കൂടി ഒഴിച്ചിട്ട് ഇതിനെ ചെറുതേൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിൽ ആക്കുക. ഏകദേശം 200 ഗ്രാമിന് നമുക്കൊരു 3 ടീസ്പൂണൊക്കെ മതിയായിരിക്കും ഏകദേശം ഈ പറയുന്ന തേന്. ശുദ്ധമായിട്ടുള്ള തേൻ വാങ്ങി നിങ്ങൾ തന്നെ മിക്സ് ചെയ്തോളുക. ബ്രാൻഡുകളൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമുള്ള ഏത് തേനും അല്ലെ ഒറിജിനൽ ആയിട്ടുള്ള തേൻ കിട്ടുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കോളുക. കരിഞ്ജീരകവും അതുപോലെ ഒരു കമ്പനി ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാനുള്ളത്. അല്ലാതെ മിക്സ് ചെയ്തിട്ട് ജാറിൻ്റെ അകത്തേക്ക് നിറയ്ക്കാൻ നിന്നാൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ജാറിൻ്റെ അകത്തേക്ക് ഇതിട്ടിട്ട് തേനൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിന് മുകളിൽ എയർ കയറാത്ത രീതിയിൽ ഒരു പാത്രം ഒരു അടപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ വെച്ച് വീട്ടിൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇത് 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു ആരോഗ്യം ഉണ്ടാവാനും അതുപോലെ തന്നെ വേദനകളും മറ്റുമൊക്കെ കുറയാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്കിപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തേനാണ് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല, കുറച്ചുകൂടി ഇപ്പോൾ നമുക്ക് ഈ മെനോപോസൽ സിംറ്റംസ് PCOD അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മളിത് നെയ്യുമായിട്ട് മിക്സ് ചെയ്യുക. അതായത് ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി പലരും ചോദിക്കും ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഇത് എങ്ങനെ കഴിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നമുക്ക് കരിഞ്ജീരകം എടുത്തിട്ട് ഒന്നുകിൽ ഇതുപോലെ പൊടിയാക്കിയത് നമുക്ക് 1/2 ടീസ്പൂണ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് രാവിലെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നമ്മൾ പൊടിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ആ കരിഞ്ജീരകം 1/2 ടീസ്പൂൺ കോരി ചവച്ചരച്ച് നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയും നമുക്കിത് ഉപയോഗിക്കും. ഇനി നമുക്ക് ഇത് കഴിക്കാനുള്ള ജനറൽ ഡോസിനെ പറ്റിയിട്ടൊന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് ഇതിൽ ഞാൻ പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ളവർ, 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, 5 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പൊതുവെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ദഹനം കറക്റ്റ് ആവില്ല എന്നൊരു കാര്യമുണ്ട്. ദഹിക്കാൻ ഒരു ശകലം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ 5 വയസ്സിന് നും ഏകദേശം 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണ്, അതായത് 1 ടീസ്പൂണ് 5 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ആകുമ്പോൾ നമ്മൾ ഏകദേശം 2.5 ഗ്രാം വരും. ഇനി 1.25 ഗ്രാമാണ് നമുക്ക് ഈ പറയുന്ന 1/4 ടീസ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 14 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ളവർക്ക് 1/4 ടീസ്പൂണും, അതുപോലെ തന്നെ നമുക്ക് 14 വയസ്സിനും ഏകദേശം 18 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വരെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഷുഗർ പേഷ്യൻസ് ഒരിക്കലും ഇത് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ തേനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെയ്യോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുകൂടി പറയാണ്. ഒട്ടനവധി രോഗങ്ങൾക്ക്, ഇൻഫ്ലമേഷൻസും വേദനകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാനും കരിഞ്ജീരക എണ്ണയെ പറ്റിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്കും അകാല നരയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും. ഞാൻ ഒരുപാട് നീട്ടാതെ വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇതിൻ്റെ കഴിക്കുന്ന രീതിയെ പറ്റിയിട്ടുള്ള സംശയം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുകയോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.